അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്ന വീഡിയോയിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ മീനിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ മീനിൻ്റെ ഒരു ബാഗ്. ഒരു യെല്ലോ കളർ ബാഗാണ് ഇതേ ഡിസൈനൊക്കെ ഇങ്ങനെ കൂടുതൽ പൗച്ചൊക്കെ വരുന്നൊരു ബാഗാണ്. ബാക്കിൽ ഇതാണ് മീനിൻ്റെ ബാഗ്. നെക്സ്റ്റ് വാട്ടർ ബോട്ടിലാണ്. നെക്സ്റ്റ് വാട്ടർ ബോട്ടിൽ. ഇതാണ് മീനിൻ്റെ വാട്ടർ ബോട്ടിൽ. ഒരു യൂണിക്കോൺ ഒക്കെ ഉണ്ട്. നല്ല കളർഫുൾ ആയിട്ട് വരുന്ന റെയിൻബോ ഒക്കെ കാണിച്ചിട്ട് ബാഗിലും യൂണിക്കോൺ ഉണ്ട്. ബാഗിലും യൂണിക്കോൺ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു യൂണിക്കോൺ ഒക്കെ ഉള്ള റെയിൻബോ കളേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്ടർ ബോട്ടിലാണ് മീനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത സാധനം എത്തോളൂ. ഈ ബാഗിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈ പൗച്ച് പോലത്തെ സാധനത്തിൻ്റെ അകത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? എങ്ങാനും പൗച്ച് മറന്നു പോയാൽ എടുക്കാനായിട്ട് ഒരു പെന്നും ഒരു പെൻസിലും വെച്ചിട്ടുണ്ട്. മീൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു റബ്ബർ ഒരു ഷാർപ്നറും വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് ബാഗിൻ്റെ അകത്തുള്ള സാധനങ്ങൾ കാണാം. ഫസ്റ്റ് തന്നെ ഈ ഒരു കുഞ്ഞ് ഈ ഒരു സിബിൽ അകത്ത് എന്താ നോക്കാം. എന്താണ് ഇത് നമ്മളുടെ പൗച്ചിനകത്ത് ഉണ്ടാകുന്നത് ലോക്കാണ്. അതവിടെ ഊരി മാറ്റി വെച്ചാണ്. കാണിച്ചു. പിന്നെ അടുത്തത് ഇതിൻ്റെ അകത്ത് ഒരു കുഞ്ഞൊരു ഗമ്മ ഉണ്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് ഇത്രയല്ല. നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. നെക്സ്റ്റ് ഇതാണ്. ഇവിടെ ഒന്നുമില്ല. അപ്പം അടുത്തത് നമുക്ക് നോക്കാം. ഇതിനകത്താണ് നമ്മുടെ ലഞ്ച് ബാഗ് ലഞ്ച് ബാഗ് ഒക്കെ ഉള്ളത്. നമ്മൾ ബാഗിനകത്ത് എന്തൊരു സാധനം വെച്ചിട്ടാണ് ഇതിനകത്താണ് നമ്മൾ ലഞ്ച് വെക്കുന്നത്. ബാഗിനകത്ത് പിന്നെ കയ്യിൽ പിടിക്കാം. പിന്നെ നമ്മൾ ബാഗിനകത്ത് വെക്കാവുന്ന ഒരു കുഞ്ഞു സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലഞ്ച് ബോക്സ് ഉണ്ട്. കാണിച്ചു. അപ്പോൾ ഇതാണ് മീനിൻ്റെ ലഞ്ച് ബോക്സ്. ഒരു മീഡിയം ഉള്ളതാണ്. അത് ഭയങ്കര ചെറുത്. ഓക്കെ, അപ്പോൾ ഒരു ലഞ്ച് ബോക്സ് ഉണ്ട് ഇതിനകത്ത്. തുറന്ന് കാണിച്ചു തരാം. ഇങ്ങനെ തുറന്നിട്ട് അതിട്ട് ഇങ്ങനെ കറി എടുക്കാനുള്ള അങ്ങനത്തെ സാധനം. അപ്പോൾ നെക്സ്റ്റ് അങ്ങോട്ട് വെച്ചോ. അപ്പോൾ നെക്സ്റ്റ് സാധനം എടുക്കാം. നെക്സ്റ്റ് സാധനം എന്താണ്? നെക്സ്റ്റ് കല്ലിനാണ്. ഓക്കെ, നെക്സ്റ്റ് സിബിലാണ്. ഇതിൽ പൗച്ചുണ്ട്. ഇതിനകത്താണ് നമ്മുടെ പൗച്ചുള്ളത്. പൗച്ചിൻ്റെ ഡിസൈൻ ഒന്ന് കാണിച്ചെടുക്കാം. ഈ പൗച്ചിലാണ് ഈ ലോക്ക് ഇവിടെ ഇങ്ങനെ വെക്കുള്ളത്. ഇങ്ങനെയല്ല, ഇതിൻ്റെ അകത്തോട്ട് ഇടാനുള്ളതാണ് ഈ ലോക്ക്. ഡിസൈൻ ഒന്ന് കാണിച്ചെടുക്കാം. ഇങ്ങനെയാണ് ഡിസൈൻ ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് മീനിൻ്റെ നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്സ് ആണ്. ഫസ്റ്റ് തന്നെ മീനിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഇത്ര. ഓക്കെ, ഫസ്റ്റ് തന്നെ മീനിൻ്റെ ബുക്സിൽ തന്നെ ഉള്ളത് ഇത് മോഡൽ സയൻസ് ആണ്. MS ഇത് വയ്ക്കാം. നെക്സ്റ്റ് തന്നെ സയൻസ് ആണ്. ഇത് രാരിയുടെ വീഡിയോയിൽ അതേ കാണിച്ച് ഇവരുടെ ഒരേ ക്ലാസ്സിലായതുകൊണ്ട് അതേ ബുക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ രാരിയുടെ അതേ ബുക്സ് തന്നെയാണ് കേട്ടോ മീനുള്ളത്. അവരെന്ത് സെയിം ക്ലാസ്സാണ്. അപ്പോൾ പിന്നെ കുറച്ച് നോട്ട് ബുക്സും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് മീനിൻ്റെ ബുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. നെക്സ്റ്റ് തന്നെ ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഉള്ള സാധനങ്ങളാണ്. ഒരു കുടയാണ്. കുട ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വാനിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുടയുടെ ആവശ്യം വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കുടയാണ് രണ്ടുപേർക്കും കൂടി വെച്ചത്. നെക്സ്റ്റ് തന്നെ രണ്ടുപേർക്കും SUPW ആവശ്യം ഉണ്ടാകും. കളർ പേപ്പേഴ്സാണ്. കുറച്ച് കളർ പേപ്പേഴ്സിൻ്റെ ഒരു സെറ്റാണ് കോമൺ ആയിട്ടുള്ളത്. ഓക്കെ ഇവിടെ ഒരു സിബുണ്ട്. അതിനകത്ത് എന്തൊക്കെയുള്ളത്? എൻ്റെ ഒരു BTS പെന്നാണ്. BTS പെന്നുണ്ട്. BTS പെൻ. ഒരു ചെറിയൊരു ഹൈലൈറ്ററാണ് കേട്ടോ. ഒരു പർപ്പിൾ കളറിൽ കണ്ടു. ഒരു പർപ്പിൾ കളറിലൊരു ഹൈലൈറ്റർ ഉണ്ട്. അത്രേ ഇതിനകത്തുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോകാം. ഇവിടെ സിബുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ഷാർപ്നർ ഉണ്ട്. ഫ്രോഗ് യെല്ലോ കളറിൽ ഫ്രോഗിൻ്റെ പോലത്തെ ഒരു ഷാർപ്നറാണ്. പിന്നെ ഒരു സ്കെയിലുണ്ട്. സ്റ്റീലിൻ്റെ ഒരു സ്കെയിലാണ്. പിന്നെ ഒരു പെൻസിൽ, ഒരു പെൻ, ഒരു ഇറൈസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പൗച്ചിനകത്ത്. പൗച്ച് മാറ്റാം. ഇനി നെക്സ്റ്റ് ആയിട്ട് ഒരു സ്കെച്ച് ഉണ്ട് കേട്ടോ.
ഒരു സ്കെച്ചിൻ്റെ പാക്കറ്റുണ്ട്. പിന്നെ ഒരു പാക്കറ്റിൽ ഏറ്റവും ഇത് ഫുള്ള് ബോണ്ട് പേപ്പറിൻ്റെ ഒരു സെറ്റാണ്. നിറച്ചുണ്ട്. നമുക്ക് സ്കൂളിലൊക്കെ കുറേ അസൈൻമെൻറ്റും പ്രൊജക്ട്സും കുറേ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലുള്ള വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് അടുത്തതായിട്ട് രണ്ട് ഫയലുണ്ട്. അസൈൻമെൻറ്റും പ്രൊജക്റ്റൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാനായിട്ടാണ് 2 ഫയലുണ്ട്. അതുപോലെ തന്നെ കാർഡ്ബോർഡ് ഉണ്ട്. എക്സാമിൻ്റെ കാർഡ്ബോർഡ് ഉണ്ട്. ഒരു ടൈഗറിൻ്റെ ഒക്കെ പറയുക ഒരു കാർഡ്ബോർഡ് കൊണ്ടിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുമാണ് മീനുവിൻ്റെ ഇവരുടെ സാധനങ്ങൾ.